പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് വിഷ്ണു നാരായൺ ഭാതഖണ്ഡയെക്കുറിച്ചാണ്. രവിവർമ്മ ഭാതഖണ്ഡേ ഭാഗ്യചന്ദ്രസ്സ ഭൂപതി എന്ന് പറയുമ്പോൾ രണ്ടാമതായിട്ട് ഈ ശ്ലോകത്തിൽ നമുക്ക് പഠിക്കേണ്ടത് ഭാതഖണ്ഡേ. ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ പ്രാണദാതാവായ പണ്ഡിറ്റ് വിഷ്ണു നാരായൺ ഭാതഖണ്ഡയുടെ ജനനം 1860 ആഗസ്റ്റ് 10 മുംബൈക്കടുത്തുള്ള പാലകേശ്വർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. ബാലകേശ്വർ എന്ന പേരിലും ആ സ്ഥലം അറിയപ്പെടുന്നുണ്ട്. എൽഫിൻസ്റ്റൺ, മുംബൈ, ഡക്കാൻ, പൂണ കോളേജുകളിൽ നിന്ന് BA LLB ബിരുദങ്ങൾ നേടിയ ശേഷം വക്കീലായി അദ്ദേഹം ജീവിതവൃത്തി തുടങ്ങി. കറാച്ചിയിലും കുറച്ചുനാൾ വക്കീലായി പ്രവർത്തിച്ചിട്ടുണ്ട്. 1885 നിയമ ബിരുദം നേടിയത്. സംഗീതത്തിൽ രുചി ഏറെ ഉണ്ടായിരുന്നതിനാൽ വല്ലഭ ഭാടിൽ നിന്നും സിത്താർ പഠിച്ചു. റാവുജിയിൽ നിന്നും സംഗീത ശിക്ഷണവും നേടി. അലി ഹുസൈൻ ഖാൻമ, വിലായത്ത് ഖാൻ എന്നിവരും ഗുരുക്കന്മാരായിരുന്നു. മുംബൈയിലെ സംഗീതജ്ഞന്മാരുടെ ജ്ഞാന ഉത്തേജക മണ്ഡലിയിൽ ഭാതഖണ്ഡയും സജീവമായിരുന്നു. പണ്ഡിറ്റ് ഭാതഖണ്ഡയുടെ രുചി അധികവും സംഗീത ഗവേഷണങ്ങളിലായിരുന്നു. അതിനായി അദ്ദേഹം നിരവധി സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു. 1904 ഭാര്യയുടെ മരണത്തോടെ അഭിഭാഷക വൃത്തി പൂർണ്ണമായും ഉപേക്ഷിച്ച് അദ്ദേഹം സംഗീത സാധനയിലേക്ക് നീങ്ങി. നിരവധി ഹിന്ദുസ്ഥാനി, കർണാടക സംഗീത വിദ്വാൻമാരോട് ചർച്ച ചെയ്തും പഴയ ഗ്രന്ഥങ്ങളെ പഠിച്ചും ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ വിവിധ രാഗങ്ങളെ അദ്ദേഹം 10 ധാട്ടുകളിലായി പുനഃക്രമീകരിച്ചു. അങ്ങനെ കുത്തഴിഞ്ഞും വഴിതെറ്റിയും കിടന്നിരുന്ന ഹിന്ദുസ്ഥാനി സംഗീത ലോകത്തിന് ഒരു പുതിയ ദിശ നൽകാൻ ഭാതഖണ്ഡയ്ക്കായി. ഈ 10 ധാട്ടുകൾക്ക് പുറത്തായി വളരെ അപൂർവം രാഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കണം. രാഗങ്ങൾക്ക് പുതിയതും സരളവുമായ ലേഖന പദ്ധതിയും അദ്ദേഹം വികസിപ്പിച്ചെടുത്തു. ഇതിന് ദേവനാഗരി ലിപിയെയും ചിഹ്നങ്ങളെയും അദ്ദേഹം ഉപയോഗപ്പെടുത്തി. പിന്നീട് വിഷ്ണു ദിഗംബർ, പാലുസ്കർ പോലുള്ളവർ ചില പുതിയ പരിഷ്കാരങ്ങൾ വരുത്തിയെങ്കിലും അവയൊന്നും ജനപ്രീതി നേടിയില്ല. ആധുനിക കമ്പ്യൂട്ടർ യുഗത്തിൽ ദേവനാഗരി ലിപിക്കു പകരം ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് മാത്രം. ബറോഡ രാജാവ്, ഗ്വാളിയോറിലെ സിന്ധ്യ, ലക്നൌവിലെ നഭാവ് എന്നിവരുടെ സഹായത്താൽ സംഗീത വിദ്യാലയം, സംഗീത കോളേജ്, സംഗീത സർവകലാശാല എന്നിവ യഥാക്രമം ബറോഡ, ഗ്വാളിയോർ, ലക്നൗ എന്നിവിടങ്ങളിൽ അദ്ദേഹം ആരംഭിച്ചു. ഈ സംഗീത വിദ്യാലയങ്ങളിലെ ഗുരു ശിഷ്യ പരമ്പരയിലൂടെ കേട്ടുമാത്രം പഠിച്ചിരുന്ന സംഗീത വിദ്യാഭ്യാസം മുഖ്യധാരയിലേക്ക് വന്നു. ജബൽപൂരിലെ ഭാതഖണ്ഡേ സംഗീത സർവകലാശാല വളരെ പ്രസിദ്ധമാണ്. ഹിന്ദുസ്ഥാനി സംഗീതം വായ്ത്താരിയായി മാത്രം കൈമാറിയിരുന്ന രീതി മാറ്റി നിരവധി ഗ്രന്ഥങ്ങൾ എഴുതി പണ്ഡിറ്റ് ഭാതഖണ്ഡേ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചു. ആദ്യ പുസ്തകം സ്വരമാലിക ആയിരുന്നു. പിന്നീട് സംസ്കൃതത്തിൽ ശ്രീമലക്ഷ്യ സംഗീതം എഴുതി. അതിനെ വ്യാഖ്യാനിച്ച് 4 ഭാഗങ്ങളായി എഴുതിയതാണ് ഹിന്ദുസ്ഥാനി സംഗീത പദ്ധതി. ഈ പുസ്തകം സംഗീതവുമായി ബന്ധമുള്ള അടിസ്ഥാന ഗ്രന്ഥമാണ്. വിവിധ സംഗീത വിദ്വാൻമാരുമായി ചർച്ച ചെയ്ത് പാഠ്യക്രമത്തിൻ്റെ പുസ്തകമാല എന്ന നിലയിൽ ഹിന്ദുസ്ഥാനി ക്രമിക് സംഗീതമാലിക എന്ന പേരിൽ നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചു. ഇത് ഹിന്ദുസ്ഥാനി സംഗീതത്തിന് പണ്ഡിറ്റ്ജി നൽകിയ വൻ സംഭാവനയായിട്ടാണ് രേഖപ്പെടുത്തിയത്. കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് മ്യൂസിക് ഇൻ ദ 15th, 16th, 17th ആൻഡ് 18th സെഞ്ചുറീസ് എന്ന ഇംഗ്ലീഷ് പുസ്തകവും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അദ്ദേഹം രചിച്ച ഗാനങ്ങളുടെ സംഗ്രഹമായി ഗീതാമാലികയും ഉത്തമ കൃതിയായി നമുക്ക് ലഭ്യമാണ്. അഭിനവ, താളമഞ്ജരി തുടങ്ങി നിരവധി സംസ്കൃത, മറാഠി, ഹിന്ദി, ഗുജറാത്തി, ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വേറെയും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിരന്തരവും അത്യുന്നതമായ ഈ സംഗീത സബരിക്ക് 1933 തുടയെല്ല് പൊട്ടുകയും തളർവാദം ബാധിച്ച് അദ്ദേഹം കിടപ്പിലാവുകയും ചെയ്തതോടെ തിരശീല വീണു. 1889 അദ്ദേഹം ബറോഡയിൽ ഒരു വലിയ സംഗീത സമ്മേളനം നടത്തിയിരുന്നു. മറ്റു സ്ഥലത്തിലും
മറ്റു സ്ഥലങ്ങളിലും ദേശീയ നിലവാരത്തിലുള്ള സമ്മേളനങ്ങൾ അദ്ദേഹം നടത്തി. സ്വന്തം പേര് വയ്ക്കാതെ വിഷ്ണു ചതുർ പണ്ഡിറ്റ് എന്നീ പേരുകളിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. തൻ്റെ ചിരസ്മരണ ഭാവി തലമുറകൾക്കായി സമർപ്പിച്ചുകൊണ്ട് 1936 ഗണേശ ചതുർത്ഥി ദിനത്തിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ മഹാനായ സംഗീതജ്ഞനെ, ഭാതഖണ്ഡയെ ഏകാത്മതാ സ്തോത്രത്തിലൂടെ നാം നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.